സമാനമായ ഒരു ചോദ്യം കൂടി അതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതേപോലത്തെ മറ്റൊരു സഹോദരി, ഞാൻ വർഷങ്ങളായി ഞാൻ ജോലി ചെയ്യുന്നു, ഭർത്താവിനും കുട്ടികൾക്കും എൻ്റെ മാതാപിതാക്കൾക്കും ഒരുപാട് ഉപകാരമായി അൽഹംദുലില്ലാ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പറയും, ഇപ്പോൾ ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ട് ഞാൻ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. മകളെ നോക്കിയത് ചെറുപ്പത്തിൽ മകളെ നോക്കാൻ കഴിഞ്ഞിട്ടില്ല, കുട്ടികളെ നോക്കാൻ കഴിഞ്ഞില്ല. ഇപ്പം കുട്ടിക്ക് 15 വയസ്സായി. അപ്പോൾ അവളുടെ അടുത്തൊക്കെ നിന്ന് കുറച്ച് നന്നായി അവളൊക്കെ ഒന്ന് പരിചരിക്കണം, നോക്കണം എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ഞാൻ ജോലി ഒഴിവാക്കിയാൽ എൻ്റെ വരുമാനം നഷ്ടമാകും, അത് ഭർത്താവിന് വല്ലാത്തൊരു പേടിയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് അദ്ദേഹത്തെ ധിക്കരിക്കുന്നത്, ഞാൻ വീട്ടിലിരിക്കുന്നത് ഒക്കെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടക്കേടാകുമോ? കുട്ടികളൊക്കെ വേലക്കാരികളാണ് നോക്കിയിരുന്നത്. അദ്ദേഹത്തിന് ഇപ്പോൾ ദേഷ്യമുണ്ട്. രണ്ടും സമാനമായ ഒരു ചോദ്യമാണ്. അതിലൊന്ന് നേരത്തെ സൂചിപ്പിച്ച ആർത്തവ വിരാമം കാരണം ശാരീരികമായ പ്രശ്നങ്ങൾ അവർക്കുണ്ട് എന്നുള്ളതും കൂടി അതിൽ കൂട്ടി യോജിപ്പിച്ചിട്ടാണ്. ഓക്കെ 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 പിന്നെ ആദ്യം പറഞ്ഞപ്പോൾ എന്താ ചിത്രം ആർത്തവ സംബന്ധമായ കാര്യങ്ങളൊക്കെ പീസ് റേഡിയോ ചെയ്യുന്നത് ഇതൊക്കെ ഇപ്പം നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ ഒരു കുടുംബം ഇരുന്ന് കേൾക്കുമ്പോൾ ഈ ചോദ്യങ്ങൾക്ക് തന്നെ എന്തുണ്ട്, നമ്മളിപ്പോൾ എപ്പോഴും ഒരു മറ സ്വീകരിക്കണ്ടല്ലോ, വാപ്പ മക്കൾ ഭാര്യ ഭർത്താവ്. നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കെല്ലാം അറിയാമെങ്കിലും ചിലതൊന്നും നമ്മളങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെ പറയുമ്പോൾ നമ്മുടെ മറകൾ എന്താവും പ്രശ്നം. ചിലപ്പോൾ നമ്മുടെ ഇത്തരം ലൈവ് കൗൺസിലിംഗ് തന്നെ ഫാമിലികൾ ഒന്നിച്ച് കേൾക്കാൻ ധൈര്യപ്പെടില്ല. കാരണം അപ്പുറത്ത് ഉമ്മ ഉണ്ടാവും, മകളുണ്ടാവും. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസൊക്കെ വരുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അത്ര വിശദമായ ചർച്ചകൾ ഒരു പക്ഷേ ഇങ്ങനത്തെ ഈ ഓഡിയോ സംവിധാനങ്ങളിൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ നമ്മുടെ നേർപഥം വാരികയിൽ നമ്മുടെ അബ്ദുൽ ജബ്ബാർ മദീനി എഴുതുന്ന ഒരു ഫിഖ് പരമ്പര ഉണ്ട്. അടിസ്ഥാനപരമായി നമ്മൾ അറിയേണ്ട ഫിഖ് പരമ്പരയാണ് അതിലുള്ളത്. അപ്പോൾ അങ്ങനത്തെ ബുക്കിനെ അവലംബിച്ചിട്ട് വായിക്കുകയാണെങ്കിൽ, അതേപോലെ സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള അവരുടെ പ്രകൃതിപരമായ കാര്യങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവർക്ക് വായിക്കാനുള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തലായിരിക്കും കൂടുതൽ നന്നായിരിക്കുന്നത്. കാരണം എല്ലാവരും കേട്ടിരിക്കുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നതിന് ഇപ്പോൾ സ്ത്രീകളോട് മാത്രം പറയേണ്ട കാര്യങ്ങൾ മൊത്തത്തിൽ പറയുമ്പോഴാണ് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ സ്ത്രീകളുടെ ജോലി സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതൊരു വിശദമായ സംഗതികളാണ്. ഒരു പക്ഷേ നമ്മളത് മാത്രമായിട്ട് എടുത്ത് ചർച്ച ചെയ്യാൻ മാത്രം വിശാലമാണ് ആ രോഗം. സത്യത്തിൽ ഒരു വിവാഹത്തിന് മുമ്പ് ഒരു ജോലി വേണം എന്നൊരു സ്ത്രീ ആഗ്രഹിക്കുമ്പോൾ അവളുടെ മനസ്സിലുള്ള ജോലി കൊണ്ടുള്ള പ്രയോജനങ്ങളും സങ്കല്പങ്ങളുമല്ല പ്രായോഗിക ജീവിതത്തിൽ വരുമ്പോൾ അവരുടെ ജോലി കൊണ്ട് അവർക്ക് ഉണ്ടാവുന്നത്. സാധാരണ നന്നായി പഠിച്ച് ഒരു ജോലിയൊക്കെ നേടുമ്പോൾ സഹോദരിമാർ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, എനിക്കൊരു സ്വന്തമായ വരുമാനം ഉണ്ടാകുമ്പോൾ ജീവിതത്തിൽ എനിക്ക് എന്നെ തന്നെ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. ഇനി ഭർത്താവിൻ്റെ ഡൈവോഴ്സ് ചെയ്താലും എനിക്ക് നിലനിൽപ്പുണ്ട്, പിന്നെ ഭർത്താവിന് എനിക്ക് നേരെ ഒരു നിലയും വിലയൊക്കെ ഉണ്ടായിരിക്കും, ഞാൻ ചെല്ലുന്ന വീട്ടിൽ എനിക്കൊരു നിലയും വില ഉണ്ടാവും, അഥവാ ഭർത്താവ് മരണപ്പെട്ടു പോയാലും എനിക്ക് ജീവിക്കാൻ പറ്റും എന്നൊക്കെയാണ് അവരുടെ സങ്കല്പത്തിലുണ്ടാകുക. പക്ഷേ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇതേ സെയിം പരാതികൾ ധാരാളം സഹോദരിമാർ പറയലുണ്ട്. അതായത് ഇവർ അധ്വാനിക്കുന്ന പണം വീട്ടിലേക്ക് വന്നു തുടങ്ങുമ്പോൾ ആ പണത്തെ എന്താകും ഈ കുടുംബം ആശ്രയിക്കാൻ തുടങ്ങും. അപ്പോൾ അതിനെ ആശ്രയിക്കാൻ തുടങ്ങുന്നതോട് കൂടെ എന്തെന്ന് വെച്ചാൽ ഈ പണം മുഴുവനും അവരെവിടെ ചിലവഴിക്കേണ്ടി വരും? ഈ വിവാഹം കഴിഞ്ഞ കുടുംബത്തിലും ഭർത്താവിനും വേണ്ടി ചിലവഴിക്കേണ്ടി വരും. കാരണം അതിൻ്റെ ഒരു സ്വതന്ത്രമായ വിനിമയം എന്താവില്ല, ഒരിക്കലും ഇവർക്ക് സാധ്യമാവില്ല. അപ്പം നമ്മൾ അധ്വാനിച്ചിട്ട് നമുക്ക് പണം ഉണ്ടായിട്ട് അതിലൊരു സ്വതന്ത്രമായ വിനിമയം സാധ്യമാകുന്നില്ലെങ്കിൽ പിന്നെ ആ അധ്വാനം കൊണ്ട് എന്താ കാര്യം? ഈ ഒരു വിവാഹത്തിന് മുമ്പ് ജോലി അറിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പണം ഉണ്ടാവും, എനിക്ക് കൈകാര്യം ചെയ്യാമെന്നൊക്കെ അല്ലേ വിചാരിച്ചത്. അതല്ല പ്രായോഗികമായി കുടുംബജീവിതത്തിൽ നടക്കുക. ഇത് മുഴുവനും കിട്ടിക്കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഇതൊരു സോഴ്സായി മാറും. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഭർത്താവ് ഇവർക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടായപ്പോഴും ജോലിക്ക് പോകണമെന്ന് പറയുന്നത്. ഈ രണ്ട് കേസിൽ അതാ കാണും. കാരണം ഇവരൊരു സാമ്പത്തിക സോഴ്സായിട്ട് മാറി. ഇപ്പോൾ ഒരു സഹോദരി ഇന്ന് എന്നോട് ഫോണിൽ ചോദിച്ചൊരു കാര്യം എന്താ വെച്ചാൽ, വിവാഹം കഴിഞ്ഞു, ഞാൻ ഇപ്പോൾ ജോലിക്കും വേണ്ടി ഇപ്പോൾ ഒരു വിമൻസ് ഹോസ്റ്റലിൽ താമസിക്കുകയാണ്, ഞാനും ഭർത്താവും ഒന്നിച്ച് നിൽക്കണില്ല. അപ്പോൾ ഞാൻ ഈ ജോലിയൊക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങളത്തേക്ക് വരാം, നമുക്ക് ഒന്നിച്ച് നിൽക്കാം. 4-5 വർഷം കല്യാണം കഴിഞ്ഞിട്ട് അവർക്ക് ഒന്നിച്ച് നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവരിങ്ങനെ ഫോണിൽ സംസാരിച്ച് എന്ത് ചെയ്യാണ്, ചിലപ്പോഴൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിത്തീരുകയാണ് ഒപ്പം നിൽക്കാഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കിയിട്ട് ഭർത്താവിൻ്റെ കൂടെ താമസിക്കാമെന്ന് വിചാരിക്കുമ്പോൾ ഭർത്താവിന് ഇപ്പോൾ താല്പര്യമില്ല. കാരണം ഇത്രയും വലിയ സംഖ്യയും സാമ്പത്തികവും നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ ഉണ്ടാവും. അപ്പോൾ സ്ത്രീകൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ജോലിയും നിങ്ങൾക്ക് ശമ്പളവും കിട്ടുമ്പോൾ ആ ശമ്പളവും ജോലിയും നിങ്ങളുടെ ഭർത്താവിനും കുടുംബത്തിനും വേണ്ടി ഉപയോഗിക്കാം. പക്ഷേ നിങ്ങളെ ഒരു സോഴ്സായി കണക്ക് കൂട്ടുമ്പോൾ നിങ്ങൾക്ക് എന്തായിരിക്കും, ജീവിതം ഭയങ്കര പ്രയാസമായി മാറും. ഒന്ന്, വീട്ടിലെ കാര്യങ്ങളൊക്കെ നമ്മൾ അധ്വാനിക്കണം, ജോലികളൊക്കെ ചെയ്യണം, അതിൻ്റെ പുറമെ ഈ ജോലിക്ക് പോകണം. ജോലിക്ക് പോയി നമ്മൾ അതിൻ്റെ ഒരു സമ്പാദ്യവും അതിൻ്റെ ഒരു വരുമാനവുമാണല്ലോ ആ ജോലിൻ്റെ ഒരു ത്രില്ല്. അത് അവർക്ക് കിട്ടൂല.
മനസ്സിലായി. ഇപ്പോൾ പ്രത്യേകിച്ചും ഇത് ബാങ്കിലേക്ക് കയറുന്ന ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യും, അതിൻ്റെ ATM കാർഡ് പാസ്വേഡൊക്കെ ഭർത്താവിൻ്റെ കയ്യിലായിരിക്കും. കാരണം പിന്നെ ഈ ഒരു അധ്വാനത്തിൻ്റെ കാര്യം എന്താണ്, ഇപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവർക്ക് വരുമാനം ഉണ്ടെങ്കിൽ ആ സ്വത്തിൻ്റെ 100% അവകാശി അവരാണ്. ഇസ്ലാമികമായി പറയുകയാണെങ്കിൽ എന്ത് ചെയ്യാം, എല്ലാ സ്ത്രീകളും സക്കാത്ത് കൊടുക്കണം, ശമ്പളമുള്ളവർ നമ്മൾ പറയാൻ അവർക്ക് ചിലവില്ല. വേറെ ചിലവ് കഴിച്ചാലേ നമ്മൾ സക്കാത്ത് കൊടുക്കുക. ഇവിടെ അവർക്ക് വരുന്ന വരുമാനത്തിൽ ഒരു ചിലവില്ലാത്തതുകൊണ്ട് മുഴുവൻ സംഖ്യയുടെയും 2.5% അവരെന്ത് ചെയ്യണം, കൊടുക്കണം എന്നാണ് പറയാം. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഈ ഒരു വരുമാനം നമുക്കുപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിൽ എന്ത് ചെയ്യണം, അത് സംവിധാനിക്കണം. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ കുടുംബം കുറേ മുന്നോട്ട് പോകുമ്പോൾ ഇന്ത്യ ജോലിക്ക് പോകില്ല എന്നൊന്നും പറഞ്ഞാൽ അവരതിന് സമ്മതിക്കില്ല. അപ്പോൾ അതെങ്ങനെയെങ്കിലും പറഞ്ഞ് സാധിച്ചെടുക്കാൻ വേണ്ടി ഇവർ ശ്രമിക്കട്ടെ എന്ന് ഞാൻ പറയാം. പൊതുവേ ഇത്തരം ജോലികളുമായി വിവാഹത്തിലേക്ക് വരുന്നവരോട് നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ ജോലിക്ക് പോകുകയും വീട്ടിലെ കാര്യങ്ങളും ജോലിയൊക്കെ നിങ്ങൾ ചെയ്തിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കിട്ടുന്ന ശമ്പളം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ച് ഒരു ധാരണയുണ്ടാവണം. ഉദാഹരണം പറയാം, എനിക്ക് പിന്നെ പണം കിട്ടാൻ തുടങ്ങിയാൽ എനിക്ക് ആദ്യത്തെ നിർബന്ധം ഹജ്ജാണല്ലോ അല്ലേ. ഒരാൾക്ക് വരുമാനം ഉണ്ടെങ്കിൽ അയാൾ ആദ്യം ചെയ്യേണ്ടത് ഹജ്ജാണ്. അപ്പോൾ ഈ സ്ത്രീക്ക് വേറെ ചിലവൊന്നുമില്ലല്ലോ, ഒക്കെ ഭർത്താവാണ് ചിലവഴിക്കേണ്ടത്. അപ്പോൾ ഇവരൊരു ശമ്പളക്കാരിയാണെങ്കിൽ ഇവരെന്ത് ചെയ്യുക, ഞാൻ എൻ്റെ ശമ്പളം ഒരു ഹജ്ജിന് വേണ്ടി ഒരുമിച്ച് കൂട്ടുകയാണ്. എൻ്റെ ഹജ്ജ് പൂർത്തിയായതിനു ശേഷം മാത്രമേ ഞാൻ എൻ്റെ ശമ്പളം വേറെ നിലയ്ക്ക് വിനിയോഗിക്കുള്ളൂ എന്ന് തീരുമാനിച്ചാൽ എന്തുണ്ടായിരിക്കും, സ്വാഭാവികമായിട്ട് ഒരു പിന്നെ സർവീസ് കാലത്ത് ആകെ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ചിലവ് എന്താണ്, ഒന്ന് ഹജ്ജും ഒന്നൊരു വീടുമാണ്. അതേമാതിരി വീടുണ്ടാക്കുമ്പോൾ സ്വാഭാവികമായും നമ്മൾ പണം കൊടുത്തിട്ടാണ് വീടുണ്ടാക്കണമെങ്കിൽ സ്വാഭാവികമായും ആ പണത്തിൻ്റെ ഒരു അവകാശം വീട്ടിലുണ്ടാവുന്നത് നല്ലതാണ്. അപ്പോൾ ആ സ്ഥലം വാങ്ങുമ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ പൈസ കൊടുത്ത സ്ഥലം വാങ്ങുമ്പോൾ നമ്മുടെ പേരിലും കൂടി ആവാലോ. അതെ, തീർച്ചയായിട്ടും. കാരണം നമ്മുടെ ഒരു സ്വത്തല്ലേ അത് നമുക്ക് എന്നും അവകാശപ്പെട്ടൊരു കാര്യമല്ലേ. സ്വാഭാവികമായും എന്ത് ചെയ്യും, ഒരു ഡൈവേഴ്സ് ചെയ്യപ്പെടുന്ന ഒരു സ്ത്രീക്ക് അനന്തരാവകാശങ്ങൾ കിട്ടൂല. അപ്പോൾ ഏതെങ്കിലും കാലഘട്ടത്തിൽ ചെയ്യുന്നല്ലേ പറഞ്ഞത്, നമ്മുടെ സ്വത്ത് മുഴുവൻ ഭർത്താവിന് വേണ്ടി കൊടുത്ത് ഭർത്താവ് എന്ത് ചെയ്യാണ്, അതിൻ്റെ ഒരു അയാളുടെ പേരിൽ മാത്രം ആകുമ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായും നമുക്ക് ചിലപ്പോൾ അവകാശങ്ങൾ വാങ്ങിപ്പോകാൻ പറ്റിക്കോളുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ നമ്മൾ മേജർ എമൗണ്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കും കൂടെ അതിലൊരു അവകാശം ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും നല്ലതാണ്. വീടാണെങ്കിലും ഒക്കെ അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ സമ്പത്ത് എവിടെ പോയി എന്നതിനെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യും, ഒരു കാര്യം കിട്ടും. എന്താ ഇതിൻ്റെ ഒന്നും തർക്കത്തിൻ്റെ പേരിൽ ഭാര്യ ഭർത്തൃബന്ധത്തിനെ ബാധിക്കുന്നത് തുടക്കത്തിലാകുമ്പോൾ ഇതൊന്നും പ്രശ്നം ഉണ്ടാവില്ല. നേരെ വെച്ച് നമ്മളൊരു സോഴ്സായി മനസ്സിലാക്കിയതിന് ശേഷം പിന്നെ ഇത് എനിക്ക് ജോലിക്ക് പോകാൻ വയ്യ, എനിക്ക് കിട്ടുന്ന പൈസ ഞങ്ങൾക്ക് തരൂല എന്നൊക്കെ പറഞ്ഞാൽ അതെന്ത് ചെയ്യും, പ്രശ്നങ്ങളായി മാറുന്നതാണ്. അപ്പോൾ ജോലി എന്നുള്ളത് നല്ലതാണ്, പക്ഷേ നമ്മുടെ മക്കൾക്ക് കിട്ടേണ്ട അവകാശങ്ങൾ നഷ്ടപ്പെടുത്താതെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യേണ്ട ആരാധനകളും കർമ്മങ്ങളും ചെയ്യാൻ തടസ്സമില്ലാതെ എല്ലാം ബാലൻസ് ചെയ്ത് നമ്മുടെ സ്വത്ത് നമുക്ക് അനുഭവിക്കാൻ, അധ്വാനത്തിൻ്റെ ഫലം നമുക്കും കൂടെ അനുഭവിക്കാൻ പറ്റുന്ന രൂപത്തിൽ സംവിധാനിച്ച് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്.